ഹലോ നമസ്കാരം, ഞാൻ പ്രീത മേരി തോമസ്. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ഡിസ്കഷൻസ് നമ്മൾ കാണുന്നുണ്ട്. അതിന് അനുബന്ധമായിട്ടുള്ള ന്യൂസുകൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അറിയാത്തവരായ ആരുമില്ല. പലപ്പോഴും ആളുകൾ സംശയം ചോദിക്കാറുണ്ട്, ചൂഷണം നേരിട്ടുള്ള വ്യക്തി എന്തുകൊണ്ടായിരിക്കാം പെട്ടെന്ന് പ്രതികരിക്കാത്തതെന്ന്. പലപ്പോഴും കുട്ടിക്കാലത്തൊക്കെ നേരിട്ട ചൂഷണങ്ങൾ പലരും അത് ചൂഷണമായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് തന്നെ മുതിർന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കാം. അപ്പോൾ തന്നെ അവരിൽ ഉണ്ടാക്കുന്ന ഒരു മെൻ്റൽ ട്രോമ വളരെ വലുതായിരിക്കാം. കുട്ടിക്കാലം മുതൽ മനസ്സിൽ അവർ പേറിക്കൊണ്ട് നടന്ന ഈ വേദനകൾ അവരുടെ മുഴുവൻ ജീവിതത്തെയും വളരെ മോശമായി ബാധിക്കാറുണ്ട്. പലപ്പോഴും നമുക്കറിയാം, വീട്ടിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള പല വ്യക്തികളിൽ നിന്നാണ് പലർക്കും ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ തന്നെ കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ ചൂഷണങ്ങൾ നേരിട്ടു എന്ന് ആദ്യം നമ്മളോട് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത് എന്താവും, ഇത് വേറെ ആരുടെങ്കിലും പറഞ്ഞോ, ഇതാരും അറിയണ്ട, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള ഒരു പ്രശ്നമായിരിക്കും പിന്നീട് ഉണ്ടാകുന്നത് എന്നായിരിക്കും പലരും പലപ്പോഴും ചിന്തിക്കുന്നത്. നടൻ അലക്സാണ്ടർ പ്രശാന്ത് നടത്തിയ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെയും ഇപ്പോൾ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അദ്ദേഹം വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഈ ട്രോമകളെ പറ്റി ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്യാത്തതെന്ന്. കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാകുന്നതിൽ പലപ്പോഴും പലരും ഭയക്കാറുണ്ട്. പലപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പല സംഭവങ്ങളെ പറ്റിയും പറയാൻ അവർക്ക് ധൈര്യം ലഭിക്കുന്നത് പോലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ആ ധൈര്യം സംഭരിക്കുന്നത്. ഈ അടുത്തിടെ ഒരു സ്പാം കോൾ വന്നതിൽ വളരെ മോശപ്പെട്ട ഒരു വാക്ക് എന്നോട് പറഞ്ഞത് കേട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് സ്റ്റക്കായി നിന്നുപോയി. ഉടനെ തന്നെ ഹസ്ബൻഡിനെ വിളിച്ച് സൈബർ സെല്ലിൽ ആ നമ്പർ നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്തു. എങ്കിലും ഞാൻ ആ സമയം ചിന്തിച്ചത്, ഒരു മോശപ്പെട്ട വാക്ക് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഇത്തരത്തിലുള്ളൊരു ഷോക്ക് ഉണ്ടാകുന്നു എങ്കിൽ ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു അരുതാത്ത തരത്തിലുള്ള സ്പർശനം കൊണ്ടോ അല്ലെങ്കിൽ അശ്ലീല ചുവയുള്ള ഒരു തമാശ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്ത വ്യക്തികളിൽ നിന്നുണ്ടായിട്ടുള്ള ചൂഷണം കൊണ്ടോ ഓരോ മനുഷ്യനും എന്തു വലിയൊരു മെൻ്റൽ ട്രോമയായിരിക്കും ഉണ്ടാകുന്നത്. പലപ്പോഴും എന്തുകൊണ്ടായിരിക്കാം ആളുകൾ പരാതിപ്പെടാൻ ധൈര്യപ്പെടാത്തതെന്നൊക്കെ ഞാൻ ആ സമയം അവിടെ നിന്ന് ചിന്തിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ് നമ്മൾ ഒരുപാട് ആഘോഷിക്കപ്പെടുന്ന മലയാളത്തിലെ ഒരു കവി വളരെ ചെറുപ്പമായിരുന്ന അവരുടെ ഒരു ബന്ധുവായ കുട്ടിക്ക് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട ഒരു ചൂഷണത്തിൻ്റെ കഥ വളരെ ഞെട്ടലോടുകൂടിയാണ് എഴുതിയത് വായിച്ചത്. പലപ്പോഴും നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ വിഗ്രഹങ്ങളായി ആരാധിക്കുന്ന പല ആളുകളും ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ഉള്ളവരാണെന്ന് അറിയുമ്പോൾ തന്നെ വളരെയധികം ഞെട്ടൽ നമുക്കുണ്ടാകാറുണ്ട്. സമൂഹത്തിൻ്റെ പല മേഖലകളിലുള്ള പല തൊഴിലിടങ്ങളിലാകട്ടെ, സ്കൂളുകളിലാകട്ടെ, വീടുകളിലാകട്ടെയൊക്കെ ഇത്തരം ചൂഷണം തരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലാണെന്നോ പെണ്ണെന്നോ ഒന്നും വേർതിരിവില്ല. അപ്പം ചൂഷണം തരുന്ന ആളുകൾ പലപ്പോഴും ഇതേപ്പറ്റി പരാതിപ്പെടാൻ ഉള്ള ധൈര്യം സംഭരിക്കുന്നതിന് ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കാം. എത്രയോ ആളുകൾ ഇതൊന്നും ആരോടും പറയാൻ ധൈര്യമില്ലാതെ അവരുടെ മരണം വരെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട മെൻ്റൽ ട്രോമകളായിട്ട് കഴിയുന്നവരുണ്ടാവാം. അപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മളോട് വളരെ മനോഹരമായി സംസാരിക്കുന്ന പല സുഹൃത്തുക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വളരെ മനോഹരമായി സംസാരിക്കുന്ന ആളുകളൊക്കെ ഇൻബോക്സിൽ എത്ര മോശമായിട്ടാണ് ഫേസ്ബുക്ക് മെസ്സഞ്ചറുകളിലും വാട്സാപ്പിലും ഒക്കെ സംസാരിക്കുന്നതെന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി തന്നെ വലിയ വലിയ ഹണ്ണികളിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന പല ആളുകളും വളരെ മോശമായിട്ടായിരിക്കാം അവരുടെ വീടുകളിലോ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലോ ആളുകളോട് പെരുമാറുന്നത് തന്നെ. നമുക്ക് തന്നെ അറിയാം, പല ആളുകളും പല ചൂഷണങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നതും കേൾക്കുന്നതും തമാശയായി കാണുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തമാശയായി കാണേണ്ട ഒരു കാര്യമല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും മറക്കാത്ത രീതിയിൽ വളരെയധികം ട്രോമ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള മോശം വാക്കുകൾ അല്ലെങ്കിൽ മോശം നോട്ടം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കൂടി ഒരു കർത്തവ്യമാണ് നമ്മുടെ. പലപ്പോഴും നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന നമ്മുടെ വീട്ടിലുള്ള ആളുകൾ പോലും ചിലപ്പം തൊഴിലിടങ്ങളിലോ പൊതുസ്ഥലങ്ങളിലോ ഒക്കെ ഇങ്ങനെ പെരുമാറുന്നവരായിരിക്കാം. പലപ്പോഴും വീട്ടിലുള്ളവർക്ക് പോലും അതറിയില്ലായിരിക്കാം. അപ്പോൾ ഇത്തരം ട്രോമകൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് ഒരു നോട്ടം കൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു സമ്മതമില്ലാത്ത സ്പർശനം കൊണ്ടാവാം, അല്ലെങ്കിൽ അവരോട് പറയുന്ന ഒരു അശ്ലീലമായ തമാശകൾ കൊണ്ടാവാം. ഇതൊക്കെ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. താങ്ക് യു.